പേജ് നമ്പർ 84, അഞ്ചാമത്തെ യൂണിറ്റിലെ മാഷ അല്ലാ എന്ന പാഠം. ഖദ്ദമത്ത് സബീഹ അത്വലബ ഇലൽ മുവല്ലഫ്. സബീഹ അപ്ലിക്കേഷൻ ഉദ്യോഗസ്ഥനിലേക്ക് സബ്മിറ്റ് ചെയ്തു. ഖദ്ദമത്ത് മീൻസ് സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക, കൊടുക്കുക. സബീഹ കൊടുത്തു. അത്വലബ അപ്ലിക്കേഷൻ. കഴിഞ്ഞ പാഠത്തിൽ സബീഹ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തത് നാം പഠിച്ചിരുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ. കോഴിക്കുട്ടികളെ ലഭിക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണത്. വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന് അത് നൽകി. ഫസഅല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു. മുവല്ലഫ് മീൻസ് ഓഫീസർ, ഉദ്യോഗസ്ഥൻ. ഓഫീസർ ചോദിച്ചു, ഹൽ എന്തക്കി ഖിബറത്തുൻ ഫി തർബിയത്തിൽ ഹയവാനാത്തി വത്തുയൂർ. പക്ഷികളെയും മൃഗങ്ങളെയും പരിപാലിക്കുന്നതിൽ നിനക്ക് മുൻപരിചയമുണ്ടോ? ഹൽ എന്തക്കി നിനക്കുണ്ടോ? ഖിബറത്തുൻ മുൻപരിചയം, എക്സ്പീരിയൻസ് ഉണ്ടോ? ഫി തർബിയത്തിൽ ഹയവാനാത്തി വത്തുയൂർ പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്നതിൽ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാര് ചോദിച്ചു? മുവല്ലഫ് സബീഹയോട് ചോദിച്ചു. സബീഹ 6ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ചെറിയൊരു കുട്ടി ഇങ്ങനെ മൃഗങ്ങളെ അല്ലെങ്കിൽ കോഴിക്കുട്ടികളെ വേണമെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥൻ ചോദിച്ചതാണ്. അജാബത്ത്, അപ്പോൾ അവൾ മറുപടി പറഞ്ഞു. അജാബത്ത് മീൻസ് റിപ്ലൈ നൽകി, മറുപടി പറഞ്ഞു. ഖലീലൻ കുറച്ച്, അതായത് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ബൽ ഉരീദ് മസീദൻ മിനൽ മഅലൂമാത്ത്, മാത്രമല്ല എനിക്ക് കൂടുതലായിട്ട് അറിയണം. ബൽ ഉരീദു ഐ വാണ്ട്, എനിക്ക് വേണം, എനിക്ക് ഉദ്ദേശമുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നു. മസീദ മിനൽ മഅലൂമാത്ത്, മോർ ഇൻഫർമേഷൻസ്, കൂടുതൽ അറിവുകൾ. ഈ മൃഗപരിപാലനത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എനിക്ക് വേണം, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഖാലൽ മുവല്ലഫു, അത് കേട്ടപ്പോൾ മുവല്ലഫ് പറഞ്ഞു. ഇതൻ, അപ്പോൾ അർറജാഉ സിയാറത്തു മസ്റഅത്ത് തോമസ്, ദയവ് ചെയ്ത് തോമസിന്റെ ഫാം സന്ദർശിക്കൂ. അർറജാ മീൻസ് പ്ലീസ് എന്നാണ് അർത്ഥം. സിയാറത്ത് വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക. അർറജാ സിയാറത്ത് മീൻസ് പ്ലീസ് വിസിറ്റ്, സന്ദർശിക്കൂ. എന്ത് സന്ദർശിക്കൂ? മസ്റഅത്ത് തോമസ്, തോമസിന്റെ മസ്റഅത്ത്. മസ്റഅത്ത് എന്ന് പറഞ്ഞാൽ ഫാം. ഫാം എന്ന് പറഞ്ഞാലോ കൃഷിയിടം, അതേപോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ പരിപാലിക്കുന്ന സ്ഥലം എന്നീ രണ്ടർത്ഥങ്ങളാണ് മസ്റഅത്തിനുള്ളത്. ഇവിടെ ഉദ്ദേശം മൃഗങ്ങളെ പരിപാലിക്കുന്ന, വളർത്തു മൃഗങ്ങളായ പശു പോലുള്ള, അതേപോലെ കോഴി പോലുള്ള പക്ഷികളെയും ഒക്കെ പരിപാലിക്കുന്ന, വളർത്തുന്ന സ്ഥലം, അതിനും മസ്റഅത്ത് എന്ന് പറയും, ഫാം എന്ന് പറയും. അപ്പോൾ തോമസിന്റെ ഫാം സന്ദർശിക്കൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതാണ് ഈ പക്ഷി മൃഗ വളർത്തലിനെ കുറിച്ചുള്ള. തോമസ് ആരാണ്? വഹുവ ഹസല അല, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹസല മീൻസ് കിട്ടി. വഹുവ ഹസല അല ജായിസത്തി കർഷക മിത്ര, ജായിസത്ത് കർഷക മിത്ര, കർഷക മിത്ര എന്ന ജായിസത്ത്. ജായിസത്ത് എന്ന് പറഞ്ഞാലോ അവാർഡ്. കർഷക മിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ആർക്ക്? തോമസിന്. ലിഹാദി ഹിസന, ഈ വർഷത്തെ. അപ്പോൾ തോമസ് ആരാണ്? ഈ വർഷത്തെ കർഷക മിത്ര അവാർഡ് ലഭിച്ചയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്താൽ, അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഈ കോഴി വളർത്തലിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. അങ്ങനെ റഹബത്ത് സബീഹ വ ഉമ്മുഹ ഇലാ മസ്റഅത്തി തോമസ്, സബീഹയും അവളുടെ മാതാവും തോമസിന്റെ മസ്റഅത്തിലേക്ക്, തോമസിന്റെ ഫാമിലേക്ക് പോയി. ഇനി തോമസിന്റെ ഫാമിൽ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണമാണ് അടുത്ത പാഠം, മാഷാ അല്ലാ എന്ന പാഠം. നോക്കാം. സബീഹ മസാ ഉൽ ഖൈർ, തോമസ് മസാ ഉന്നൂർ. മിൻ ഐന അൻതുമ, രണ്ടുപേരാണ് ഇവർ പോയത് അല്ലേ, സബീഹയും ഉമ്മയുമാണ്. അപ്പോൾ അൻതുമ എന്നാണ് ചോദിക്കുക. രണ്ടുപേരാണെങ്കിൽ നിങ്ങൾ എന്നുള്ളതിന് അൻതുമ എന്ന് ചോദിക്കും. മിൻ ഐന അൻതുമ, നിങ്ങൾ എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം എന്നാര് ചോദിച്ചു? തോമസ് ചോദിച്ചു. അപ്പോൾ സബീഹ പറയുന്നു, നഹ്നു മിൻ ഖറിയത്തി വണ്ടൂർ മിൻ മുഖാത്തഅത്തി മലപ്പുറം, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ. നഹ്നു ഞങ്ങൾ, മിൻ ഖറിയത്തി വണ്ടൂർ, വണ്ടൂർ ഗ്രാമത്തിൽ നിന്നാണ്. മിൻ മുഖാത്തഅത്തി, മുഖാത്തഅത്ത് മീൻസ് ജില്ല. മിൻ മുഖാത്തഅത്തി മലപ്പുറം, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. തോമസ് മർഹബൻ, സ്വാഗതം, വരൂ.
അഹ്ലൻ വസഹലൻ, വെൽക്കം അല്ലേ, വരൂ. അയ്യ ഖിദ്മത്തിൻ തുരീദീന, എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഖിദ്മത്ത് മീൻസ് സർവീസ്, സേവനം. അയ്യ ഖിദ്മത്തിൻ, ഏത് സേവനമാണ്? തുരീദീന, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത്. ഏത് സേവനത്തിന് വേണ്ടിയാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ആര് ചോദിച്ചു? തോമസ് ചോദിച്ചു. സ്വബീഹ മറുപടി പറഞ്ഞു, നുരീദു മഅലുമാത്തിൻ അൻ തർബിയത്തി ദജാജാത്ത്, കോഴികളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ ഞങ്ങൾക്ക് വേണം. നുരീദു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, മഅലുമാത്ത്, അറിവുകൾ. എന്തിനെ കുറിച്ചുള്ള അറിവുകൾ? അൻ തർബിയത്തി ദജാജാത്ത്, കോഴി പരിപാലനത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. തോമസ്, തൊയ്ബ്, നല്ലത് തന്നെ, ഗുഡ്. യാ ബിന്ത്, കുട്ടി, തഫല്ലലി മഅി, എൻ്റെ കൂടെ വരൂ. തഫല്ലലി മഅി മീൻസ് കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. സ്വബിഹ, കൈഫ ബദഅത ഹാദിഹിൽ മസ്റഅ, അങ്ങനെ അവർ ഫാമിലെത്തി. കോഴി ഫാമിലാണ് എത്തിയത് അല്ലേ, കോഴിയെ വളർത്തുന്ന സ്ഥലം. സ്വബിഹ ചോദിക്കുകയാണ്, കൈഫ ബദഅത, താങ്കൾ എങ്ങനെയാണ് തുടങ്ങിയത്? ഹാദിഹിൽ മസ്റഅ, ഈ ഫാം താങ്കൾ എങ്ങനെയാണ് തുടങ്ങിയത്? ബദഅ മീൻസ് തുടങ്ങി, ബദഅത നീ തുടങ്ങി, താങ്കൾ തുടങ്ങി. തോമസ്, ഫിൽ ബിദായത്തി, ഫസ്റ്റ്, തുടക്കത്തിൽ. ഫിൽ ബിദായത്തി മീൻസ് തുടക്കത്തിൽ. കാന ഇൻദി 15 ദജാജതൻ, എൻ്റെ അടുക്കൽ 15 കോഴികളാണ് ഉണ്ടായിരുന്നത്. കാന ഇൻദി, എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. 15 15 ദജാജതൻ, കോഴികൾ. 15 കോഴികളാണ് ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. സ്വബിഹ, കം ദജാജതൻ ഫി ഹാദിഹിൽ മസ്റഅത്തി ഹാലിയൻ, ഇപ്പോൾ ഈ ഫാമിൽ എത്ര കോഴികളുണ്ട്? കം ദജാജതൻ, എത്ര കോഴികളുണ്ട്? ഫി ഹാദിഹിൽ മസ്റഅത്തി, ഈ ഫാമിൽ. ഹാലിയൻ, ഇപ്പോൾ. ഹാലിയൻ മീൻസ് ഇപ്പോൾ. തോമസ്, അൽഫു ദജാജത്തിൻ, 1000 കോഴികൾ. 15 മുതൽ 15 നിന്നും തുടങ്ങിയതാണ്, ഇപ്പോൾ 1000 കോഴികളുണ്ട്. അക്സറുഹ തബീലു കുല്ല യൗമിൻ, അവയിൽ ഭൂരിഭാഗവും എല്ലാ ദിവസവും മുട്ടയിടും. അക്സറുഹ, അവയിൽ കൂടുതലും, ഈ 1000-ൽ കൂടുതൽ കോഴികളും. തബീലു, മുട്ടയിടും. കുല്ല യൗമിൻ, എല്ലാ ദിവസവും. അലും കം ബൈളത്തൻ തഹസുൽ അലൈഹ യോമിയൻ, ഡെയിലി എത്ര മുട്ട താങ്കൾക്ക് കിട്ടും? കം ബൈളത്തൻ, എത്ര മുട്ട? തഹസുൽ അലൈഹ, താങ്കൾക്ക് കിട്ടും. യോമിയൻ, ഡെയിലി, ദിവസേന. അപ്പോൾ 1000-ൽ ഭൂരിഭാഗം കോഴികളും ഡെയിലി മുട്ടയിടുകയാണെങ്കിൽ എത്ര മുട്ട ഏകദേശം ദിവസം കിട്ടും എന്ന് ആര് ചോദിച്ചു? ഉമ്മ ചോദിച്ചു. തോമസ് പറയുന്നു, മാബൈന 800 വ 900 തഖരീബൻ, ഏകദേശം 800-നും 900-നും ഇടയിൽ. ഏകദേശം 800-നും 900-നും ഇടയിൽ മുട്ട എനിക്ക് ഡെയിലി കിട്ടാറുണ്ട്. മാ ബൈന മീൻസ് ഇടയിലുള്ളത്. ഏതിനിടയിലുള്ള? 800 വ 900, 900-നും 800-നും ഇടയിലുള്ള എണ്ണം മുട്ടകൾ എനിക്ക് കിട്ടും. തഖരീബൻ, എന്താണ് തഖരീബൻ? ഏകദേശം. ഏകദേശ കണക്കേ പറയാൻ പറ്റൂ അല്ലെ, കൂടുതൽ ഉണ്ടാകുമ്പോൾ കൃത്യമായ എണ്ണം പറയൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ 800-നും 900-നും ഇടയിൽ എന്ന് പറയാൻ മാബൈന 800 വ 900 എന്നാണ് പറയുക. ഏകദേശം എന്നുള്ളതിന് തഖരീബൻ എന്നും. ഇനി അലും, മാഷാ അള്ളാഹ് അല്ലെ, നല്ലൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയും. ഒരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാഷാ അള്ളാഹ് എന്ന് പറയും അല്ലെ. തോമസിന് തൻ്റെ ഫാം നല്ലൊരു വിജയമാണ്, അതുകൊണ്ട് ഉമ്മ മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞു. ഹൽ എന്തൊക്ക സിറാഅത്തുൻ ഉഖ്റ, മറ്റേതെങ്കിലും സിറാഅത്ത് താങ്കളുടെ അടുക്കലുണ്ടോ? ഹൽ എന്തൊക്ക, താങ്കളുടെ അടുക്കലുണ്ടോ? സിറാഅത്തുൻ ഉഖ്റ, മറ്റേതെങ്കിലും സിറാഅത്ത്. സിറാഅത്ത് മീൻസ് കൃഷി എന്നാണ്. ഇവിടെ കോഴി പോലെ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ പക്ഷികളെയോ താങ്കൾ വളർത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തോമസ് പറയുന്നു, നഅം, അതെ. ഉറബി അൽ അറാനിബ, ഞാൻ മുയലുകളെ വളർത്തുന്നുണ്ട്. വൽ അബ്ഖാർ, അതേപോലെ പശുക്കളെയും. വൽ അസ്മാക്ക്, മത്സ്യങ്ങളെയും. ഹയ്യ നറൂഹ് ഇലാ ഹളീറത്തിൽ അബ്ഖാർ, വരൂ നമുക്ക് പശുക്കളുടെ തൊഴുത്തിലേക്ക് പോകാം. ഹയ്യ നറൂഹ് മീൻസ് വരൂ നമുക്ക് പോകാം. എങ്ങോട്ടേക്ക്? ഇലാ ഹളീറത്തിൽ അബ്ഖാർ, പശുക്കളുടെ തൊഴുത്തിലേക്ക്. നമുക്ക് പശുക്കളുടെ തൊഴുത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് അവരെ തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്.